ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മളിന്ന് കൺമണിയുടെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. കമ്മണിതാ ഇപ്പോ 9 മണിയായിട്ടുണ്ട്. 9 മണിക്ക് ഉറക്കേച്ച് വന്നിട്ട് ഞാനിപ്പോ ഒരു കൊച്ചുകുട്ടി ഇതാ ഇന്നലെ കളിച്ചതാണ് ഇതെല്ലാം. കയ്യിലും കാണിച്ചോളൂ മുഖത്തും ഒക്കെ കളർ അടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ. വാചന ഇനി പല്ല് തേപ്പിച്ചോണ്ട് വരാം. ശരി, നമ്മുടെ കമ്മണിക്ക് ഈ പേസ്റ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ചിക്കോയുടെ ടൂത്ത് പേസ്റ്റ്, സ്ട്രോബെറിയുടെ ഫ്ലേവർ ഉള്ളതാണ്. ഇതാണ് കേട്ടോ കമ്മണിയുടെ ബ്രഷ്. ശരി, പേസ്റ്റ് നക്കടാ ഈ കാണിച്ചടി. നല്ല വേപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മള് കമ്മണിക്ക് ഇടിയപ്പവും കടലക്കറിയാണ് കേട്ടോ കൊടുക്കണേ. ചൊറിയണോ മക്കള്? അമ്മ ചൊറിഞ്ഞു തരാം, മക്കള് കഴിച്ചോ. ഇഷ്ടായാ? കഴിച്ചോ. അമ്മയ്ക്ക് വേണ്ട, മോള് കഴിച്ചോ. അയ്യോ, എടുത്തു കഴിച്ചോ. കൊതുക് എന്തോ കടിച്ചെന്തോ. വേണ്ട, അതെടുക്കണ്ട. ഞാൻ ഇവക്കൊന്ന് വാരി കൊടുക്കട്ടെ കേട്ടോ, ഒന്നാലേ നേരെ കഴിക്കത്തുള്ളൂ. വെളിയിലെ പൈപ്പ് ഉണ്ടല്ലോ മക്കളെ, ഇന്നലെ ആരോ തുറന്നിട്ട് രാത്രി വെള്ളം വന്നപ്പം വെള്ളം പൊയ്ക്കൊണ്ടിരുന്നു മോളെ രാവിലെ വരെ. മോളാ തുറന്നിട്ടേ? മക്കളാ തുറന്നിട്ടേ? മക്കളാ തുറന്നിട്ടേ? അമ്പാടി ചേട്ടനെ തുറന്നിട്ടേ? അപ്പൂപ്പന്റെ മക്കളെ തുറന്നിട്ടേ? അപ്പൂപ്പ ഇഞ്ഞു വരട്ടെ കേട്ടാ, അടി കൊടുക്കാം. അമ്മാമ്മയെ തുറന്നിട്ടേ? ഇഞ്ഞു വരട്ടെ അമ്മാമ്മ, അടി കൊടുക്കാം. അമ്പാടിയാ മക്കളെ, ഇഞ്ഞു വരട്ടെ, അടി കൊടുക്കാം അമ്പാടിക്ക്. അമ്മമ്മ മക്കളെ, ചേട്ടാ എവിടെ പോയി? അമ്പാടി ചേട്ടാ എവിടെ പോയി? സ്കൂളിൽ പോയാ? ശരി. അപ്പൂപ്പ എവിടെ പോയി? അപ്പൂപ്പന് സ്കൂളിൽ പോയാ? അപ്പൂപ്പന് സ്കൂളിൽ പോയാ മക്കളെ? ശരി. ഇടിയപ്പം എല്ലാം കഴിച്ചാ മോള്? കമ്മണി ഇടിയപ്പൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാണ് കേട്ടോ. മീനല്ല മക്കളെ, ചിക്കനെ മീനിനെയൊക്കെ കമ്മണി മീനെന്നാണ് കേട്ടോ പറയണേ. അപ്പോൾ ഇപ്പോൾ അവളുടെ അച്ചാമ്മയുടെ കോള് വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ റെഡിയാവാൻ പോവാമോ? ടാറ്റ പോവാമോ? ഓക്കെ, അപ്പം നമ്മൾ റെഡിയായിട്ട് വരാം. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് മേലൊക്കെ കഴിയിട്ടോ. മേലൊക്കെ കഴുകി വന്ന് കമ്മണിയെ റെഡിയാക്കാം. ഒരു പാട്ട് പാട് കമ്മണി. പാടിക്കോ. പാടിക്കോ. ഇരുന്നോ. അമ്മ തല്ലിയാലോ? പിന്നെ പാടിക്കോ. മാല ഇട്ട് തരട്ടാ? വേണ്ടേ? വള ഇട്ട് തരട്ടാ? മാലയും വളയും ഒന്നും കൊച്ചിന് ഇഷ്ടമില്ല. നമ്മളിന്ന് സൺസ്ക്രീൻ ഇടാൻ പോവാണേ. പുറത്ത് പോവല്ലേ, മാമ എർത്തിന്റെ സൺസ്ക്രീനാണേ.
ഒരു നീ വാ. തത്തമ്മേ പഠിക്കും. പൗഡർ ഇടാം. പൗഡർ ഇട്ട് ഇങ്ങോട്ട് നോക്ക്. പൗഡർ ഇട്ട് എന്തെങ്കിലും പറ. ഹായ് പറ എല്ലാവർക്കും. സ്റ്റിക്കർ പൊട്ടങ്ങനെ ഞാൻ വെച്ചു കൊടുക്കാറില്ല അവർക്ക്. പക്ഷെ മറ്റേ പൊട്ട് കാണാൻ, അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് സ്റ്റിക്കർ പൊട്ട് വെക്കാം. ഈ പൊട്ട് മതിയോ? ഈ ഉടുപ്പ് മതിയോ? മുട്ടച്ചിക്ക് മുടി ചീർത്തട്ട, മുടിയില്ലല്ല. ജനുവരിയിലാണ് കേട്ടോ ഇവിടെ മുട്ട അടിച്ചത്. പക്ഷെ മുടി ഇങ്ങോട്ട് വന്നില്ല. ഞങ്ങള് വേളാങ്കണ്ണി പോയാണ് മുട്ട അടിച്ചത്. അല്ലേ മക്കളെ? മാതാവിന്റെ അടുത്ത് പോയാ മുട്ട അടിച്ചേ? പറ യേശുവേ മാതാവ് പറ. ഇങ്ങനെ പറയണേ. അയ്യോ അയ്യോ, ഇപ്പൊ വീഴുമല്ല. സർക്കസ് കാണിക്കണ. ചെരുപ്പും വെച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ചെരുപ്പ് മതിയോ മക്കളെ? ഷൂ ഇട്ട് തരട്ടെ? വേണ്ടേ? ഇത് മതിയോ? എവിടെ പോണേ? വേറെ ഏതോ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അടുത്ത ചെരുപ്പ് എടുത്തോണ്ട്. കൺമണി ഓടി വാ, സമയമില്ല. വാ, ചെരുപ്പിട്ട് തരട്ട്. വാ. ആ ഇത് മതിയോ? ഓ ഓ ഇത് മതിയോ? ഓക്കെ ഓക്കെ, ഇതിട്ട് തരാം. ഹായ് ഹായ്. ഓ ഹായ് ഹായ്. നമ്മള് ടാറ്റ പോണെന്ന് പറ. ടാറ്റ പോന്നു. ഇപ്പം നമ്മൾ ഓട്ടോയിലായിരുന്നു കേട്ടോ, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. കൺമണിക്ക് യാത്ര ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യാനും ഒക്കെ. അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിലെത്തി അവിടെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് കണ്ണ് കാണിക്കാനായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം മരുന്നൊക്കെ ഒഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ എല്ലാം കാണിച്ച് അതിനുശേഷം ഞങ്ങളൊരു 12 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് ചോറൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് പള്ളിയിൽ പോകണമായിരുന്നു. VBS ഫസ്റ്റ് ഡേ അല്ലേ. അങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറ് കഴിച്ചിട്ട് പെട്ടെന്ന് ഞങ്ങൾ റെഡിയായി. ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് റെഡി ആവണമായിരുന്നു. പെട്ടെന്ന് റെഡിയായി ഫസ്റ്റ് ഡേ VBSലോട്ട് ആദ്യം കൺമണി പോവുകയാണ്. ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയിട്ടില്ല. പള്ളി പോണോ? അപ്പോൾ VBSന് പോയി അവിടെ മൈക്ക് കൊടുത്തു. ഇവിടെ കിടന്ന് ഭയങ്കര മൈക്ക് കണ്ടപ്പോൾ വായിലിട്ട് നിൽക്കുകയാണ്. ഒരു വക മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിള്ളേരൊക്കെ അവളെ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സംസാരിച്ചില്ല. പക്ഷെ
മിഠായിയൊക്കെ വാങ്ങി തിരിച്ചു വന്നു ഓടി. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ BBSന് പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി 1 വീക്ക് ഉണ്ട് ഇവിടെ BBS പോകുന്നതെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അവിടുത്തെ പാട്ടും ഡാൻസും പിന്നെ ഗെയിമിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വളരെ നല്ല രസമായിരുന്നു. കുട്ടികളൊക്കെ നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഒരേപോലെ അങ്ങനൊന്നുമില്ല. എല്ലാവരും വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൺമണി ഈ സമയം കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. ഉറങ്ങിയായിരുന്നു അവൾ കുറച്ച് നേരം. ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ BBSൻ്റെ ടീച്ചറാണ് കേട്ടോ. കൺമണിയുടെയൊക്കെ ടീച്ചർ മോളെൻ്റെ അടുത്ത് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്നെ ടീച്ചറാക്കി. പക്ഷേ മോൾ ആ സമയം ഉറങ്ങുന്നുണ്ടായിരുന്നു. ചെറിയ പിള്ളേരല്ലേ, നമുക്ക് ഹാൻഡിൽ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ കൊള്ളായിരുന്നു. ഓവറോൾ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ്. ഇതുവരെ വേണ്ടിയിട്ടില്ലാത്ത കുറച്ചൊക്കെ സംസാരിക്കാൻ പറ്റും. അടിച്ചു കൊടുക്കും BBS. അതിനുശേഷം അവിടെ നിന്ന് തന്നെ ചായയും വാഴയ്ക്കപ്പൂവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കമ്മണിക്ക് ഞാൻ അങ്ങനെ ചായ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ അടുത്തുനിന്ന് പിണങ്ങിപ്പോയി. വേറെ വെച്ച് അവളെ പിടിച്ചിരുത്തി വാഴയ്ക്കപ്പൂവും കുറച്ച് ചായയും കൊടുത്തായിരുന്നു. അതുകൊണ്ട് എൻ്റെ അടുത്ത് ആ ടൈമിൽ അവൾ വന്നിട്ടുണ്ടായിരുന്നേ ഇല്ല. അവൾക്കറിയാം ഞാൻ ചായ കൊടുക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ അടുത്ത് വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വഴിക്ക് വെച്ച് തന്നെ അമ്പാടിയെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പാടിയെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്ന് അവനുമായിട്ട് പിന്നെ ഒരു 7-8 മണി വരെയും അവരുടെ ലോകമാണ്. രണ്ടുപേരും കൂടെ ഇരുന്ന് കളിക്കുന്നു, വരയ്ക്കുന്നു. അവർ ബുക്കെടുക്കുന്നു. പിന്നെ കുറച്ച് നേരം പിണങ്ങുന്നു. പിണങ്ങിയാലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമാണ്. കൺമണിക്ക് ഒരു 100 വട്ടം എന്നോട് അവൻ സ്കൂളിൽ പോയാൽ ചോദിച്ചുകൊണ്ടിരിക്കും, അമ്പായി എവിടെ അമ്മ, അമ്പായി എവിടെ, എപ്പോൾ വരുമെന്ന്. ഉറങ്ങാമോ നമുക്കിനി? ഉറങ്ങാമോ? ഗുഡ് നൈറ്റ് പറ എല്ലാവർക്കും. ബൈ. സീ യു ടുമാറോ. ഉറങ്ങാൻ പോണെന്ന് പറ. ഉമ്മോട് എല്ലാവർക്കും ഫ്ലൈങ് കിസ് കൊടുക്കും.